ബീഹാറിൽ ചൂട് പിടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിച്ചതോടുകൂടി ബീഹാറിൽ രാഷ്ട്രീയ പാർട്ടികൾ കടുത്ത യുദ്ധത്തിലേക്ക് കടക്കുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം കഴിഞ്ഞതോടെ പ്രചരണം വേഗത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയെ അവഗണിക്കുന്നു എന്ന് ബി ആരോപണം ഉയർത്തവേ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുൻപേ തേജസ്വി യാദവിനെയും രാഹുൽ ഗാന്ധിയെയും ഒരുമിച്ച് അണിനിരത്തിയുള്ള ഒരു വലിയ റാലി നടത്താൻ ഇപ്പോൾ മഹാസഖ്യം ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ്. മുതിർന്ന നേതാക്കൾ പ്രചരണത്തിനായി സംസ്ഥാനത്തേക്ക് എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചിരിക്കും എന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. ചാത് പൂജ ദിവസമായ ഒക്ടോബർ 27 ശേഷം കോൺഗ്രസ് ദേശീയ അധ്യക്ഷ മല്ലികാർജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് പ്രിയങ്ക ഗാന്ധിയും സംസ്ഥാനത്ത് പ്രചരണത്തിന് എത്തുമെന്ന വിവരവും പുറത്തേക്ക് വരികയാണ്. ഒക്ടോബർ 28 കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കും. സീറ്റ് വിഭജനത്തെ ചൊല്ലി ഏറെ ദിവസം നീണ്ടുനിന്ന തർക്കങ്ങൾക്ക് ശേഷം തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മഹാസഖ്യം ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചിരുന്നു. VIP-യുടെ മുകേഷ് സാഹ്നിയെ ഉപമുഖ്യമന്ത്രിയായും പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ തങ്ങൾ ബീഹാറിൽ കുറച്ച് പിന്നിലോട്ട് പോയി എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് പ്രചാരണത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്നത്. എന്തായാലും തേജസ്വി യാദവും രാഹുലും അണിനിരക്കുന്ന വലിയൊരു റാലി ബീഹാറിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള മഹാസഖ്യം പ്രതീക്ഷിക്കുന്നത്. അവിടെ മഹാസഖ്യത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി മുന്നിലോട്ട് പ്രചാരണത്തിൽ പോയതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഇന്ത്യ സഖ്യത്തിനും മഹാസഖ്യത്തിനും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രചാരണം കൂടുതൽ ചൂടുപിടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു മഹാറാലി നടത്താൻ തയ്യാറാകുന്നത്. സുപ്രധാനമായ നേതാക്കൾ ഈ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം.